നമസ്കാരം. പുതിയ സർക്കാർ അതിന്റെ പ്രവേശനോത്സവത്തിലാണ്. പുതിയ മന്ത്രിമാരും പുതിയ സഖ്യകക്ഷികളുമായി പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. ഭൂരിപക്ഷം തെളിയിച്ച് വിശ്വാസ വോട്ട് നേടും മുമ്പ് സർക്കാർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അവസരം കിട്ടിയാൽ ഈ ജനത സർക്കാരിനോട് ചോദിച്ചേക്കാവുന്ന 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മക്കളെ സ്കൂളിലാക്കാൻ വണ്ടി എടുക്കുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, മരുന്ന് വാങ്ങാൻ ആശുപത്രിയിൽ പോകുമ്പോൾ, ഇതിനൊക്കെ മാത്രമല്ല വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ പോലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഞങ്ങളിപ്പോഴും 107 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നത്? തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില 107 രൂപ 28 പൈസയാണ്. എത്ര കാലമായി നമ്മൾ ദിവസവും ഈ അറക്കവാളിന് താഴെ ശരീരം വച്ച് മുറിച്ചു കൊടുത്തു പോകുന്നു? മജ്ജയും മാംസവും ഇറ്റിച്ച് നമ്മൾ പണിയെടുക്കുന്ന കാശാണ് ഇങ്ങനെ ഒഴിച്ച് കത്തിച്ച് കളയുന്നത്. എന്നാണ് അവസാനമായി പെട്രോളിന് 2 രൂപയെങ്കിലും കുറഞ്ഞത്? അത് നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. 2024 മാർച്ച് 15-നാണ് 2 രൂപയുടെ നികുതി കുറഞ്ഞതിൻ്റെ പിറ്റേന്ന് മാർച്ച് 16-നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കാൻ യോഗം വിളിച്ചത്. അങ്ങനെ 109 രൂപയിൽ നിന്ന് അന്ന് 107 ആ 109 രൂപ വീതം നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഏതാണ്ട് 2 വർഷം മുമ്പ്, 2022 മെയ് 22 മുതൽ. അതിനിടെ കേരളത്തിൽ ഒരു ഇരുട്ടടി നികുതി 2 രൂപ കൂടി വന്നു ചേർന്നതും നമുക്ക് മറക്കാനും പൊറുക്കാനും കഴിയില്ല. എന്തിനാണ് ഈ പെട്രോളിനൊക്കെ ഇത്ര വില കൊടുക്കുന്നത്? ഈ 2 വർഷത്തിനിടെ ആഗോള പെട്രോൾ വിലയിൽ ഉണ്ടായ ചാഞ്ചാട്ടം നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. ഒന്നും വേണ്ട, ഈ സാമ്പത്തിക വർഷത്തെ 3 മാസത്തെ കണക്കെടുക്കാം. ഇന്ത്യക്ക് ബാധകമായ പെട്രോളിയം വില ഏപ്രിലിൽ ഒരു വീപ്പയ്ക്ക് $89.46, മേയിൽ $83.56, ജൂണിൽ $78.58. ഒരു വീപ്പയ്ക്ക് $10 കുറഞ്ഞു. $10 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ 835 രൂപയാണ്. എന്നിട്ടും ഇവിടെ നയാ പൈസ കുറയുന്നില്ല. ശരിക്കു പറഞ്ഞാൽ ഒരു വീപ്പ എന്നാൽ 159 ലിറ്റർ ആണ്. ആ കണക്കെടുത്താൽ ലിറ്ററിന് 5 രൂപയിലേറെയാണ് ഈ 3 മാസത്തിനിടെ മാത്രം കുറഞ്ഞത്. പണിയെടുത്തുണ്ടാക്കുന്ന കാശ് മുഴുവൻ പെട്രോൾ അടിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ട ജനത വേറെ ഏതെങ്കിലും ലോകത്തുണ്ടോ സാർ? അതിനുള്ള ഉത്തരം നിങ്ങൾ സമയം പോലെ പറയുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1 കിലോ മട്ടയരിക്ക് സംസ്ഥാന ശരാശരി ഇന്ന് 52 രൂപ 65 പൈസയാണ്. 5 അംഗ കുടുംബത്തിന് 3 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ 1.5 ഇടങ്ങഴി അരി വേണം, ഏതാണ്ട് 2 കിലോ. നയിച്ചുണ്ടാക്കുന്ന കാശിൽ നിന്ന് ദിവസം 100 രൂപ അരിക്ക് മാത്രം കൊടുക്കേണ്ടി വരുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന വികാരത്തെയാണ് ദണ്ണം എന്ന് പറയുന്നത്. ഉള്ളിൽ കൊണ്ട് പ്രാകാതെ ആരും ഈ കാശ് മുടക്കും എന്ന് തോന്നുന്നില്ല. റേഷൻ കടയിൽ ചെന്നാൽ പോസ് മെഷീൻ ഒന്ന് പ്രവർത്തിച്ചിട്ട് 5 കിലോ അരി കിട്ടാത്ത സ്ഥിതി. സപ്ലൈകോയുടെ റാക്കുകളിൽ ചെന്നാൽ മുഴുവൻ ചൈനീസ് ഫുഡ് ഓടി നടക്കുകയാണ്. പാറ്റകൾ. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തമുള്ള ജനത നേരിടുന്നതാണ് ഈ ചോദ്യം. നോക്കാം എന്തായിരിക്കും അടുത്ത പ്രശ്നം. ഇന്ത്യയിലെ ഗ്രാമീണർ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് കൂലി പോലും കിട്ടാതായതെന്ന്. രാജ്യത്തിന്റെ പല ഭാഗത്തും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പുകാർക്ക് ഇപ്പോൾ തൊഴിൽ ഉറക്കമാണ്. വർഷം 100 തൊഴിലെന്ന വാഗ്ദാനം പോയിട്ട് 10 എണ്ണം തികച്ചു കിട്ടാത്തവരാണ് തൊഴിലാളികൾ. ഈ കാശുകൊണ്ട് കൊട്ടാരം കെട്ടാനൊന്നുമല്ല. കേരളത്തിൽ ദിവസം 345 രൂപയാണ് കിട്ടുന്നത്. 100 പണി കിട്ടിയാലും വർഷം 34,600 രൂപ. മാസം 3000 വച്ച് കിട്ടുന്നവർക്ക് റേഷൻ അരിയുടെ കൂടെ കൂട്ടാൻ മുളകും ഉള്ളിയും തക്കാളിയും വാങ്ങാനുള്ള കാശേ ഉള്ളൂ. ഉത്തർപ്രദേശിലേക്കൊക്കെ നോക്കിയാൽ ഈ വർഷത്തെ കൂലി 237 രൂപ മാത്രമാണ്. അത് 100 ദിവസം തികച്ചു കിട്ടുന്നവർ അത്യപൂർവവും. കഞ്ഞിക്കാശിനുള്ള വക തരുമോ എന്നാണ് സർ
ഈ പാവങ്ങൾ ചോദിക്കുന്നത്? നോക്കാം അടുത്ത ചോദ്യം എന്താണ്. നാട്ടിലെങ്ങും വന്ദേ ഭാരത് ഓടി നടക്കുകയാണ്. അതിൽ ഒറ്റത്തവണയെങ്കിലും കയറാൻ എത്ര സാധാരണക്കാർക്ക് കഴിയും? നാട്ടിലെ പാവങ്ങൾക്ക് വന്ദേ ഭാരത് സൗകര്യങ്ങളൊന്നും വേണ്ട എന്നാണോ? 2004 UPA കാലത്ത് ലാലു പ്രസാദ് യാദവ് കൊണ്ടുവന്ന ഗരീബ് രഥങ്ങളിലാണ് ബംഗാളിലെയും ബീഹാറിലെയും അസമിലെയും ഒഡീഷയിലെയും യുവാക്കൾ കേരളത്തിലേക്കും കർണാടകത്തിലേക്കും തൊഴിലിന് വരുന്നത്. ഇവരൊക്കെ എന്നും ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്നാണോ? വന്ദേ ഭാരതിലൊക്കെ അവരെയും കയറ്റാൻ ഒരു വഴി ഉണ്ടാക്കേണ്ടേ? നിങ്ങൾ എത്ര കാലം ഈ നാട്ടിൽ ഓടിക്കും ഗരീബ് ജനതയ്ക്ക് ഒരു വണ്ടിയും ധനിക ജനതയ്ക്ക് മറ്റൊരു വണ്ടിയും? അഞ്ചാമത്തെ ചോദ്യമാണ് പരമപ്രധാനം. ഞങ്ങളുടെ മക്കളെ തമ്മിത്തല്ലിക്കാതെ അവരുടെ വഴിക്ക് വിടുമോ എന്നതാണ് ആ ചോദ്യം. അതിനുള്ള ഉത്തരമാണ് അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് നൽകിയത്. അവിടെ ജനറൽ സീറ്റിൽ മത്സരിച്ച പട്ടികജാതിക്കാരനെ ജയിപ്പിച്ചത് മാത്രമല്ല ഈ വിധിയുടെ ശക്തി. സമാജ്വാദി പാർട്ടി നിർത്തി ജയിപ്പിച്ച 86% സ്ഥാനാർത്ഥിമാരും പിന്നോക്കക്കാരും ദളിതരും മുസ്ലിങ്ങളും ആയിരുന്നു. ഭൂരിപക്ഷ സമുദായം കൂടി വോട്ട് ചെയ്താണ് 20 OBC-കാരെയും 8 പട്ടികജാതിക്കാരെയും ജയിപ്പിച്ചത്. പട്ടികജാതിക്കാരെ പോലും ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ച് അഖിലേഷ് യാദവ് സീതാറാം യെച്ചൂരിയോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കെ രാധാകൃഷ്ണൻ ആലത്തൂരിലായിരുന്നോ പാലക്കാട്ടായിരുന്നോ മത്സരിക്കേണ്ടത് എന്നതാണ് ആ ചോദ്യം. ഈ കാണായ മനുഷ്യരെ മുഴുവൻ പല തട്ടിലാക്കി ഇനിയും തമ്മിൽ തല്ലിക്കണോ എന്ന ആ വലിയ ചോദ്യമാണ് ഉറക്കെ ഉറക്കെ ഈ ജനത ചോദിച്ചത്. അത് കേട്ടില്ല എന്ന് മാത്രം നടിക്കരുത്. നാളെ സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയവുമായി. നമസ്കാരം.